വെക്റ്റർ റൗട്ടിംഗ്. ഇപ്പം റൗട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൗട്ടേഴ്സിന് പാക്കറ്റ്സ് സെൻഡ് ചെയ്യാനുള്ള ഒരു ഒപ്റ്റിമൽ പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ് റൗട്ടിംഗ് അൽഗോരിതം. അപ്പോൾ അതിൽ മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്ന് സ്റ്റാറ്റിക്, മറ്റൊന്ന് ഡൈനാമിക് റൗട്ടിംഗ് അൽഗോരിതം. അപ്പം ഡിസ്റ്റൻസ് വെക്റ്റർ റൗട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് റൗട്ടിംഗ് അൽഗോരിതമാണ്. Okay, so the distance vector algorithm is a dynamic algorithm. It is mainly used in ARPANET and RIP, that is routing information protocol, and each router maintains a distance table known as vector. Okay, and also this is known as a Bellman-Ford algorithm or Ford-Fulkerson algorithm, and each router is required to inform the topology changes to its neighboring routers periodically. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതൊരു ഡിസ്റ്റൻസ് വെക്റ്റർ റൗട്ടിംഗ് ആണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് RIPയിലും അതുപോലെ തന്നെ ARPANETലുമാണ്. അപ്പോൾ ഈ ഓരോ റൗട്ടറിനും ഒരു ഡിസ്റ്റൻസ് വെക്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിളിനെയാണ് നമ്മൾ വെക്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് വെക്റ്റർ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് വെക്റ്റർ റൗട്ടിംഗ് അൽഗോരിതം. അപ്പോൾ ഇതിനെ തന്നെയാണ് ബെൽമാൻ ഫോർഡ് അൽഗോരിതം അല്ലെങ്കിൽ ഫോർഡ് ഫുൾക്കേഴ്സൺ അൽഗോരിതം എന്ന് പറയുന്നത്. കാരണം ഇത് ഫോളോ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഈച്ച് റൗട്ടർ റിക്വയർഡ് ടു ഇൻഫോം ദ ടോപ്പോളജി ചേഞ്ചസ് ഈസ് നൈബറിംഗ് റൗട്ടേഴ്സ് പീരിയോഡിക്കലി. അപ്പോൾ ഓരോ പ്രാവശ്യം ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഏതെങ്കിലും രീതിയിൽ ഡിലേ ആയിരിക്കാം, ഡൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ ടോപ്പോളജി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരം ഇൻഫോർമേഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ അതെല്ലാ റൗട്ടേഴ്സിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് പീരിയോഡിക്കായിട്ട് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതൊരു ഡൈനാമിക് ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഡൈനാമിക്കലി നമ്മൾ ആ ഒരു ടേബിൾ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ പീരിയോഡിക്കലി ഇൻഫോർമേഷൻസ് ആവശ്യമുണ്ട്. അപ്പം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഡിസ്റ്റൻസ് വെക്റ്ററിനെ ഒരു ഡൈനാമിക് അൽഗോരിതം എന്ന് പറയുന്നത്. Then distance vector routing protocol is an intra-domain routing protocol. That means intra-domain routing means routing inside the autonomous system, that is the cluster of routers and networks authorized by a single administrator. അപ്പോൾ ഇൻട്രാ-ഡൊമെയിൻ റൗട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, ആ നെറ്റ്വർക്കിൽ ഒരുപാട് റൗട്ടേഴ്സ് ഉണ്ട്. ഈ ഓരോ ഡൗട്ട്സും ഓരോ റൗട്ടേഴ്സാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇതൊരു ഇൻട്രാ ഡൊമെയിൻ ആണ്. കാരണം ഇത് മറ്റൊരു ടോപ്പോളജി, മറ്റൊരു നെറ്റ്വർക്ക് ഇവിടെ ഉണ്ടായിരിക്കും, അവിടെയും ഇതുപോലെ ഒരുപാട് റൗട്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഓരോന്നും നമുക്ക് പറയുകയാണെങ്കിൽ ഇതൊരു ഓട്ടോണോമസ് സിസ്റ്റമാണ്. A1 എന്ന് പറയുന്നൊരു ഓട്ടോണോമസ് സിസ്റ്റമാണ്. ഇത് മറ്റൊരു ഓട്ടോണോമസ് സിസ്റ്റമാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഓട്ടോണോമസ് സിസ്റ്റത്തിന് ഓരോ ഇൻട്രാ ഡൊമെയിൻ റൗട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഓട്ടോണോമസ് സിസ്റ്റത്തിനുള്ളിലുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഇത് ഓരോന്നും പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു കോമൺ ആയിട്ടുള്ളൊരു റൗട്ടർ ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെയും ഇതുപോലെ കണക്റ്റഡ് ആയിരിക്കും. ഇനി ഈ 2 റൗട്ടേഴ്സിനെയും കണക്ട് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ റൗട്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇത്തരത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണ്? ഓരോന്നും ഓരോ ഓട്ടോണോമസ് സിസ്റ്റമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളതിൻ്റെ ഒരു ഇൻട്രാ ഡൊമെയിൻ റൗട്ടിംഗ് പ്രോട്ടോക്കോളാണ് ഡിസ്റ്റൻസ് വെക്റ്റർ റൗട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ ഡിസ്റ്റൻസ് വെക്റ്റർ റൗട്ടിംഗ് പ്രോട്ടോക്കോൾ കൺസിഡേഴ്സ് ദ എൻറ്റയർ ഓട്ടോണോമസ് സിസ്റ്റം ആസ് എ ഗ്രാഫ്. ഈ ഓരോ സിസ്റ്റം ഓരോ ഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യുന്നു. where the routers are the nodes and the networks are the lines or paths connecting the nodes. Okay, next, each router receives information from one or more of its directly attached neighbors and performs calculation, then distributes the results back to its neighbors. അതായത് ഇപ്പോൾ ഇവിടെ ഓരോ റൗട്ടർ, ഇപ്പോൾ ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ നെറ്റ്വർക്ക് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിലുള്ള ഓരോന്നും ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാ നൈബേഴ്സും എന്ത് ചെയ്യുന്നു? അവിടെ റൗട്ടിംഗ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. സോ അതിനുശേഷം അതെന്ത് ചെയ്യുന്നു? അത് കാൽക്കുലേഷൻസൊക്കെ പെർഫോം ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ റിസൾട്ട് തിരിച്ച് നൈബേഴ്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് പറയുന്ന സമയത്ത് അവിടെ ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്റ്റൻസ് വെക്ടറാണ് കൊടുക്കുന്നത്. അതായത് നമുക്ക് റൗട്ടിംഗ് ടേബിൾ പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാ റൗട്ടേഴ്സിൻ്റെയും ഡീറ്റെയിൽസ്, ആ ഒരു പ്രസൻ്റ്ലി നെറ്റ്വർക്കിലുള്ള എല്ലാ റൗട്ടേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാ റൗട്ടേഴ്സിനും അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഫോർമേഷൻസ് ഡയറക്റ്റ് കോസ്റ്റ് മാത്രമായിട്ട് നമുക്ക് ഇനീഷ്യലി അറിയുന്നുണ്ടാവുക. അപ്പോൾ ആ ഇനീഷ്യലി അറിയുന്ന ഡാറ്റ വെച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ള റൗട്ടേഴ്സിലേക്ക് ആ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്നും ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ
റൗട്ടിംഗ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈച്ച് റൗട്ടർ എക്സ്ചേഞ്ചസ് ഇറ്റ്സ് ഡിസ്റ്റൻസ് വെക്ടർ വിത്ത് ഇറ്റ്സ് നൈബറിംഗ് റൗട്ടേഴ്സ്. എ റൗട്ടർ റീകാൽക്കുലേറ്റ്സ് ദ ഡിസ്റ്റൻസ് വെക്ടർ വെൻ ഇറ്റ് റിസീവ്സ് ദ ഡിസ്റ്റൻസ് വെക്ടർ ഫ്രം എ നൈബർ containing different information than before using the formula. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലിങ്ക് സ്റ്റേറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മിനിമം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ മിനിമം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് റീകാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് എക്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു മിനിമം വി ഓഫ് സി ഓഫ് എക്സ് വി പ്ലസ് ഡി വി ഓഫ് വൈ comma dx of y for each node n element of n. അപ്പോൾ ഈ നൊട്ടേഷൻസ് എല്ലാം നമ്മൾ ഇനീഷ്യലി ലിങ്ക് സ്റ്റേറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ നൊട്ടേഷൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എക്സ് ടു വൈയിലേക്കുള്ളതെന്നുള്ള രീതിയിൽ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സി എല്ലാ മിനിമം വി എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് നോഡ് വഴി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിലെ മിനിമം ഏതാണോ ആ ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ഫൈനൽ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡി എക്സ് ടു വൈ ആണ് എടുക്കുന്നത്. ഡിസ്റ്റൻസ് എക്സ് എന്ന പോയിന്റിൽ നിന്ന് വൈ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. ഓക്കെ, ഇതിനിടയിലുള്ള ഒരുപാട് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ V1 അല്ലെങ്കിൽ ഇവിടെ V1 ഇവിടെ V2 ആണെങ്കിൽ ഈ V1 ത്രൂ അതുപോലെ V2 ത്രൂ വരുന്നതിൽ ഏതാണ് മിനിമം. ഓക്കെ, ഇനി ഡയറക്റ്റായിട്ടൊരു പാത്ത് ഉണ്ടെങ്കിലോ ആ പാത്ത് കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ആ പാത്തിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ വി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് തന്നെയാണ് എടുക്കുന്നത്, എക്സ് ടു വൈ ആൻഡ് വൈ ടു വൈ എന്നുള്ള കേസായിരിക്കും നമ്മളവിടെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേതാണ് മിനിമം ആ വാല്യൂ ആയിരിക്കും നമ്മൾ ഈ ഡി എക്സ് ഓഫ് വൈയിൽ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഇൻ്റർമീഡിയറ്റ് നോട്ട്സ് വഴിയുള്ള ഡീറ്റെയിൽസാണ്. കാരണം ഈ ഇൻ്റർമീഡിയറ്റ് നോട്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു എക്സിൻ്റെ ഡയറക്റ്റ് പാത്തിൽ വരുന്ന ഡയറക്റ്റ് ലിങ്കിൽ വരുന്ന അല്ലെങ്കിൽ നൈബേഴ്സായിട്ട് വരുന്ന നോട്ട്സാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് അർത്ഥം. ഓക്കെ, അത്തരത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിസ്റ്റൻസ് വെക്ടർ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, so each router prepares a new routing table using the distance vector it has obtained from its neighbors, and this step is repeated for n-2 times if there are n routers in the network. ഇത്തരത്തിലാണ് നമ്മൾ ഒരു ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിങ്ങിൽ ചെയ്യുന്നത്. ഈ റൗട്ടിംഗ് ടേബിളിൻ്റെ കേസിൽ there are two processes, that is first one is creating the table and second one is updating the table. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനീഷ്യലി the routing table is created for each router that contains at least 3 types of information such as network ID, the course and the next hop. The network ID defines the final destination of the packet. Okay, next one, course. The course is the number of hops that packet must taken to get there. അപ്പോൾ എത്ര ആണ് അതിൻ്റെ നമ്പർ ഓഫ് ഹോപ്സ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ കോസ്റ്റ് തന്നെ നമുക്ക് ഡിലേ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ഏത് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് വൺ ഓഫ് ദ മെത്തേഡാണ് ഈ ഹോപ്സ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ റോഡ്സ് ടു നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് ഹോം. ഇറ്റ് ഈസ് എ റൗട്ടർ ടു വിച്ച് ദ പാക്കറ്റ് മസ്റ്റ് ബി ഡെലിവേർഡ്. Okay, then updating the table. When a router receives a routing table from another router, it uses its information to update the table. ഇപ്പം അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ കിട്ടിയ ഡീറ്റെയിൽസ് നമ്മൾ നൈബറിങ് റൗട്ടേഴ്സിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ റൗട്ടറിന് അതുപോലെ ഇൻഫോർമേഷൻസ് അതിൻ്റെ നൈബറിങ് റൗട്ടേഴ്സിന് കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ഇത്തരം റൗട്ടറിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻഫോർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ടേബിൾ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ ഈ ഒരു മൂന്ന് റൗട്ടർ അല്ലെങ്കിൽ 3 നോഡ്സ് ആണുള്ളത്, എ ബി ആൻഡ് സി. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഫസ്റ്റ് നമുക്കറിയാം ഒരൊക്കെ പാക്കറ്റ് സെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്മൾ ലിങ്ക് സ്റ്റേറ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്കിവിടെ അതിൻ്റെ നൈബറിങ് നോട്ട്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അത് വെച്ചുകൊണ്ട് എല്ലാ നോട്ട്സും എന്ത് ചെയ്യുന്നു, അതിന് റൗട്ടിംഗ് ടേബിൾ ഇനീഷ്യലി സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് A0. ഓക്കെ, എന്ന് എയിലേക്ക് വരുന്നത് എന്ത് തന്നെയാണ്, എന്ന് എയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ 0 ആണ് കോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ B ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബിനെ ബി ആയിട്ട് തന്നെ നെക്സ്റ്റ് ഹോപ്പിൽ കൊടുക്കാം. ചിലതിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ B ആയിട്ട് കൊടുത്തിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാനത് ഡാഷാണ് കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് ഏത് വഴിയാണെന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ A to B എന്ന് പറയുന്ന കോസ്റ്റ് എത്രയാണ്? 2 ആണ്. ഇനി A to C എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലേ? ഡയറക്റ്റ് പാത്ത് 1 ആണ്. ഇനി നെക്സ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് ബിയുടെ റൗട്ടിംഗ് ടേബിളാണ്. ബിയുടെ റൗട്ടിംഗ് ടേബിൾ B to A എന്ന് പറയുന്ന കോസ്റ്റ് എത്രയാണ്? 2 ആണ്. B to B എന്ന് പറയുന്നത് 0 ആണ്. B to C എന്ന് പറയുന്നത് 4 ആണ്. ഇനി സിയുടെ ടേബിൾ, ഇതാണ് സിയുടെ ടേബിൾ. അപ്പോൾ ഈ ഒരു സിയുടെ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ സിന്ന് എയിലേക്കുള്ളത് കോസ്റ്റ് 1 ആണ്. ഇനി സിന്ന് ബിയിലേക്കുള്ള കോസ്റ്റ് 4 ആണ്. സിന്ന് സിയിലേക്ക് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് വെക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. അത് അതിൻ്റെ നൈബറിങ് നോഡ്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ നൈബറിങ് നോഡ്സിലേക്ക് അയക്കുന്നത് വഴി ഈ ഓരോന്നിനും എന്ത് മനസ്സിലാവും? അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ നൈബറിങ് നോഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? അവർക്ക് അവരുടെ ടേബിൾ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ എയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ എയുടെ കേസ് എന്ന് ബിയിലേക്ക് 2 ആണ് അല്ലേ? ഇനി എയുടെ കേസിൽ എക്ക് ബിയുടെ നോഡും അറിയാം, സിയുടെ നോഡും അറിയാം. അപ്പം എയുടെയും ബിയുടെയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്ന് ബിയിലേക്ക് 2 ആണ്. പക്ഷേ എന്ന് സി വഴി ബിയിലേക്ക് പോകുമ്പോൾ എത്രയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്? 5 ആണ് കോസ്റ്റ് വരുന്നത്. രണ്ടും നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഇത് തന്നെയാണ്. A to ബിയിലേക്കുള്ള ഡയറക്റ്റ് പാത്ത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി A to C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇനി ബി വഴിയിലാണ് നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ 6 ആണ്. അപ്പം 6ഉം 1ഉം എടുത്തു കഴിഞ്ഞാൽ ഏത് തന്നെയാണ് വരുന്നത്? ഏത് സിയിലേക്കുള്ള ഡയറക്റ്റ് പാത്ത് തന്നെയാണ് മിനിമം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ആ ടേബിൾ അതുപോലെ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. നെക്സ്റ്റ് ടേബിൾ, അതായത് ബിയുടെ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ബിന്ന് എയിലേക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനി ബിന്ന് സി വഴി എയിലേക്കുള്ളതാണെന്ന് വെച്ചാൽ എത്രയാണ് അതിൻ്റെ വരുന്നത്? 4 + 1 ആണ് അല്ലേ? അപ്പോൾ 4 + 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ ബിന്ന് എയിലേക്കുള്ള ഡയറക്റ്റ് പാത്താണ് അവിടെ മിനിമം. അതുകൊണ്ട് തന്നെ ആ ഒരു വാല്യൂ അവിടെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് ബിന്ന് സിയിലേക്കുള്ള വാല്യൂ 4 ആണ്. പക്ഷേ ബിന്ന് എ വഴി സിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കോസ്റ്റ് 3 മാത്രമേ ഉള്ളൂ. 2 + 1 3. അപ്പം ഇവിടെ 3 എന്ന് പറയുന്നത് നമുക്ക് ബിന്ന് ഡയറക്റ്റ് ഉള്ള പാത്തിനേക്കാളും കുറവാണ്. സോ വി ക്യാൻ അപ്ഡേറ്റ് അപ്പോൾ ഇവിടുത്തെ സിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എന്തായിട്ട് മാറ്റി? 4 എന്നുള്ളത് 3 ആക്കി മാറ്റി. അപ്പോൾ അവിടെ എടുത്തിരിക്കുന്ന ഹോപ്പ് ഏതാണ്? A ത്രൂ ആയതുകൊണ്ട് നമുക്ക് A എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് സിയുടെ പാത്തിൽ ഇതുപോലെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സിന്ന് എയിലേക്ക് 1 ആണ്. പക്ഷേ സിന്ന് ബി വഴി എയിലേക്കുള്ളത് 6 ആണ്. സോ സിന്ന് എയിലേക്കുള്ളത് 1 എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. സിന്ന് ബിയിലേക്കുള്ളത് 4 ആണ്. പക്ഷേ സിന്ന് എ വഴി ബിയിലേക്കുള്ളത് 3 ആണ്. അതുകൊണ്ട് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഇനി സിന്ന് സിയിലേക്കുള്ളത് 0 തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഓരോ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഇത്തരം കേസസിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ 3 നോട്ട്സ് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇതിനേക്കാളും കൂടുതൽ നോട്ട്സ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഡയറക്റ്റ് പാത്തില്ലെങ്കിൽ നമ്മൾ ഇനീഷ്യലി നമുക്ക് അവിടെ ഇൻഫിനിറ്റി ആയിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നീടായിരിക്കും നമ്മളത് ചേഞ്ച് വരുത്തുന്നത്. കാരണം ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിൻ്റെ മിനിമം കാൽക്കുലേറ്റ് ചെയ്തത് കൊണ്ട് നമുക്കത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി അതിൽ ഏതെങ്കിലും രീതിയിൽ ഡിലേ വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും നെറ്റ്വർക്ക് ഡൗൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ടോപ്പോളജി ഏതെങ്കിലും രീതിയിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്കത് ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പീരിയോഡിക്കലി ഇത് ചെക്ക് ചെയ്തുകൊണ്ട് നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻഫോർമേഷൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്തരം കേസസിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഇവിടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളത് കൗണ്ട് ടു ഇൻഫിനിറ്റി എന്നുള്ള കേസാണ്. കാരണം ഓരോ പ്രാവശ്യം ഇത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് ഹോപ്പിൻ്റെ കേസിൽ ചിലപ്പം ഈ എ എന്ന് പറയുന്നത് ABC ഒരുപാട് പ്രാവശ്യം ഈ തരത്തിൽ നമുക്ക് ഒരുപാട് നെറ്റ്വർക്കിൻ്റെ കേസിൽ എല്ലാ ഹോപ്പും നമ്മളവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ ഈ സെയിം റൂട്ടിലൂടെയുള്ള നോഡും ചിലപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ഇൻഫോർമേഷൻസ് അവിടെ ഷെയർ ചെയ്യപ്പെടുന്നില്ല. അതായത് നെക്സ്റ്റ് ഹോപ്പ് എന്നുള്ള കാര്യം ഈ ടേബിളിൽ നിന്നും അതിൻ്റെ നൈബറിങ് നോട്ട്സിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നില്ല. അതിൻ്റെ ഡിസ്റ്റൻസ് വെക്ടർ മാത്രമാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കേസസിൽ വീണ്ടും ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഇത് കൗണ്ട് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നൊരു കണ്ടീഷൻ വന്നിരിക്കാം. ഓക്കെ, കാരണം ഓരോ പ്രാവശ്യം ഇത് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അത്തരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണ് കൗണ്ട് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്.
Okay, so distance vector suffers from count to infinity problem and it uses UDP at transport layer. Okay, അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിങ്ങിൻ്റെ കേസിൽ മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, അത് UDP ആണ് യൂസ് ചെയ്യുന്നത്. കൗണ്ട് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രോബ്ലം ആണ്. അതൊരു ഡൈനാമിക് റൗട്ടിങ് അൽഗോരിതം ആണ്. അത് ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ ഡിസ്റ്റൻസ് വെക്ടറാണിത് എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷനായിട്ട് പാസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിങ് ആൻഡ് ദീസ് ആർ ദി റെഫറൻസസ്. ഓക്കെ, താങ്ക് യു.